ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ 2 പേരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ രീതിയിൽ ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ ആഘോഷിക്കണം കേട്ടോ. അപ്പോൾ കാരണം എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ്, മാത്രമല്ല തണുപ്പും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ ഞങ്ങൾ നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പിള്ളേർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഡ്യൂട്ടിയൊക്കെയാണ് കേട്ടോ. അടുത്ത പ്രാവശ്യം ഒരു കാര്യമായിട്ടൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളിലേക്ക് പോകാം. താങ്ക് യു. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ഡെക്കറേഷൻസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബലൂണൊക്കെ മേടിച്ച് അവിടെ ഇവിടെ എല്ലാം ചെയറിലും ടേബിളിലും ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവൾ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് മേടിച്ചത്. ഇപ്പം നല്ല അടിപൊളി ഒരു കേക്ക് അവൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കേക്കാണ്. ഇതുണ്ടോ, ഞാനത് കുറച്ച് കഴിഞ്ഞ് പ്ലേറ്റിലെടുത്ത് വെക്കുമ്പോൾ ഞാൻ കാണിക്കാം ശരിക്കും. അപ്പം നല്ല കേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ നന്നായിട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് കേട്ടോ. പുള്ളി പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. കാരണം പുള്ളി കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല, നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കേട്ടോ. അല്ലെന്ന് പറഞ്ഞാൽ പറയാറില്ല. അപ്പം ഇതുണ്ടോ, കുറച്ച് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. കുറച്ച് നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് നല്ല വൃത്തിയായിട്ടാണ്, കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അതിൻ്റേതായിട്ട് നമ്മുടെ യോഗട്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ മലയാളി ഇവിടെ കേരള ഷോപ്പിൽ നിന്ന് നല്ലൊരു കുറച്ച് പൊറോട്ടയും പിന്നെ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പോകുന്നു ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ.